ഹായ് CSIR കോച്ചിങ്ങിൻ്റെ ഭാഗമായിട്ട് അനാലിസിസിൻ്റെ 6ാമത്തെ വീഡിയോ ആണിത്. തൊട്ടുമുമ്പത്തെ വീഡിയോകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഈ കൗണ്ടബിൾ സെറ്റ്, അൺകൗണ്ടബിൾ സെറ്റ്, അതായത് കാർഡിനാലിറ്റിയായിട്ട് ബന്ധപ്പെട്ട റിസൾട്ടുകളാണ്. അതിനുവേണ്ട അത്യാവശ്യം റിസൾട്ടുകളൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എങ്കിലും ഒരു ഫൈനൽ ടച്ച് എന്ന നിലയ്ക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുകയാണ്. ഈ ഒരു വീഡിയോയോട് കൂടെ ആ ഒരു സെക്ഷൻ, കാർഡിനാലിറ്റിൻ്റെ സെക്ഷൻ നമ്മൾ അവസാനിപ്പിക്കും. അപ്പോൾ ആദ്യത്തെ റിസൾട്ടിലേക്ക് പോവുകയാണ്. ഈ റിസൾട്ട് ചിലപ്പോൾ കേൾക്കുമ്പോൾ ചിലർക്കൊക്കെ ഇതൊരു ഒബ്വിയസ് റിസൾട്ട് അല്ലേ, ഇതെന്തിനാ പ്രൂവ് ചെയ്യണമെന്നൊക്കെ തോന്നിയേക്കാം ചിലർക്കൊക്കെ. അങ്ങനെ തോന്നുന്നവരും തോന്നാത്തവരൊക്കെ മനസ്സിലാക്കാൻ ഞാൻ ഇത് ഉപയോഗിച്ചൊരു ഇമ്പോർട്ടൻറ്റ് റിസൾട്ട് വേറെ പ്രൂവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, റിസൾട്ട് ഇതാണ്. നിങ്ങൾ ഏതൊരു ഇൻഫിനിറ്റ് സെറ്റ് എടുക്കുക, ഏതൊരു ഇൻഫിനിറ്റ് സെറ്റ് എടുത്താലും അതിനൊരു കൗണ്ടബിളി ഇൻഫിനിറ്റ് സബ്സെറ്റ് ഉണ്ടാവുന്നു. ഫോർ എക്സാമ്പിൾ റിയൽ നമ്പേഴ്സ് എടുത്ത് നോക്ക്, അതിൻ്റെ ഉള്ളിൽ നാച്ചുറൽ നമ്പേഴ്സ് ഇല്ലേ, കൗണ്ടബിളി ഇൻഫിനിറ്റ് സബ്സെറ്റ് അല്ലേ. ഇനി ഓപ്പൺ സീറോ വൺ എടുത്ത് നോക്ക്, അതിൻ്റെ ഉള്ളിൽ ഉള്ള റാഷണൽ നമ്പേഴ്സ് ഇല്ലേ, അത് അതിൻ്റെ ഒരു കൗണ്ടബിളി ഇൻഫിനിറ്റ് സബ്സെറ്റ് അല്ലേ. അങ്ങനെ നിങ്ങൾ ഏതൊരു ഇൻഫിനിറ്റ് സെറ്റ് എടുത്താലും അതിനൊരു കൗണ്ടബിളി ഇൻഫിനിറ്റ് സബ്സെറ്റ് ഉണ്ടാവുന്നു. ഓക്കെ, വേണമെങ്കിൽ നിങ്ങൾക്ക് പോസിറ്റ് സ്വന്തമായിട്ട് പ്രൂവ് ചെയ്ത് നോക്കാം. ഞാൻ എന്തായാലും മുന്നോട്ട് പോട്ടെ. പ്രൂഫ് വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പറയുന്നത് എല്ലാവരും ഒന്ന് സ്വന്തമായിട്ട് ട്രൈ ചെയ്തിരുന്നതാണ്. പോസിറ്റ് ട്രൈ ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഇൻഫിനിറ്റ് സെറ്റ് എ എടുക്കുക, ഞാൻ എടുത്തു. ഇനി ഇതിൻ്റെ ഒരു കൗണ്ടബിൾ ഇൻഫിനിറ്റ് സബ്സെറ്റ് ഞാൻ കൊണ്ടുവരാനുള്ള വേണ്ടത്. ഇനി കൗണ്ടബിൾ ഇൻഫിനിറ്റ് സബ്സെറ്റ് പ്രത്യേകത നമുക്കറിയാം, അതിനെ ഒരു സീക്വൻസ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് എലമെൻറ്റ്സ് ആയിട്ട് അറേഞ്ച് ചെയ്യാൻ പറ്റണം. ഡിഫറൻ്റ് ആയിട്ടുള്ള എലമെൻറ്റ്സ് മാത്രമല്ല, റിപ്പീറ്റേഷൻ ഇല്ലാത്ത സീക്വൻസ് ആയിട്ട് അതിനെ അറേഞ്ച് ചെയ്യാൻ പറ്റണം. അതല്ലേ വേണ്ടത്. അങ്ങനത്തെ ഒരു സീക്വൻസിൻ്റെ അകത്ത് ഞാൻ പുറത്തെത്തരില്ലെങ്കിൽ വേണ്ടത്. ഓക്കെ, വെയിറ്റ് ആൻഡ് സീ. ഇതൊരു ഇൻഫിനിറ്റ് സെറ്റാണല്ലോ അപ്പോൾ അതിനകത്ത് ഇഷ്ടം പോലെ ആൾക്കാരുണ്ടല്ലോ. അതിൻ്റെ അകത്ത് ഒരാളെ ഞാൻ എടുത്തു, ഞാനതിനെ x1 എന്ന് വിളിക്കട്ടെ. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യുക, എ വിട്ടിട്ട് എൻ്റെ അകത്ത് നിന്ന് x1 ഡിലീറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള ആൾക്കാർ എടുക്കുക. അത് a - x1 എടുക്കുക. എൻ്റെ അകത്ത് നിന്ന് എന്ത് ചെയ്യുക, x1 ഡിലീറ്റ് ചെയ്യുക. എൻ്റെ അകത്ത് നിന്ന് x1 ഡിലീറ്റ് ചെയ്താൽ പിന്നെ ബാക്കിയുള്ള എം ടി ആയി പോവോ? ഇല്ല. കാരണം എന്താ, ഇൻഫിനിറ്റാ. ഒരാൾ പോയാൽ പിന്നെ അതിൻ്റെ അകത്ത് ആളുണ്ടാവും അല്ലേ. അപ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് എനിക്ക് ഒരാൾ എടുത്തൂടെ. എൻ്റെ അകത്ത് നിന്ന് എടുക്കുമ്പോൾ പിന്നെ അത് റിപ്പീറ്റേഷൻ വരില്ലല്ലോ. കാരണം x1 എൻ്റെ അകത്ത് നിന്ന് ഒഴിവാക്കി പിന്നെ എല്ലാത്തിനും എടുക്കുന്നത്. അപ്പോൾ എനിക്ക് പുതിയൊരാളെ കിട്ടും x2 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ റിപ്പീറ്റേഷൻ അല്ല, ഡിസ്റ്റിങ്ക്റ്റ് എലമെൻറ്റ്സാണ് വരുന്നത് അല്ലേ. ഇനി x1 x2 എടുത്തു കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക, വീണ്ടും മേലേക്ക് തിരിച്ചു പോയിട്ട് അതിൻ്റെ അകത്ത് നിന്ന് x1 ഉം x2 ഉം ഡിലീറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള പുതിയ സെറ്റ് എടുക്കുക. അതും അവിടെ ആളുണ്ടാവില്ലേ. കാരണം ഇൻഫിനിറ്റ് അല്ലേ, രണ്ടാളെ കഴിഞ്ഞാൽ ബാക്കി പിന്നെ ആളുണ്ടാവില്ലേ. ഇൻഫിനിറ്റ് ആൾക്കാർ അതിൻ്റെ അകത്തില്ലേ. അപ്പോൾ രണ്ടാൾ കഴിയുമ്പോൾ തീർന്നു പോലല്ലോ. അപ്പോൾ വീണ്ടും അതിൻ്റെ അകത്ത് ആൾക്കാരുണ്ടാവും. അവിടുന്ന് ഞാൻ പുതിയ ആളെടുക്കും, x3 എടുക്കും. അപ്പോൾ അതും വേറെ തന്നെ കിട്ടി. x1 x2 അല്ലാത്ത പുതിയ ആളാണ് വരിക. കാരണം അത് രണ്ടും കഴിഞ്ഞ് പിന്നെ ബാക്കിയിലിരുന്ന് നടക്കുന്നത്. ഇതെനിക്ക് ഇങ്ങനെ തുടർന്നുകൊണ്ടുന്നോടെ. ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ ഇൻഡക്ഷനൊക്കെ വെച്ചിട്ട് പ്രൂവ് ചെയ്യാം അല്ലേ. നിങ്ങൾ ഏതൊരു സ്റ്റേജ് ഇതൊരിക്കലും നിൽക്കില്ല. കാരണം എന്താ, ഇതിൻ്റെ അകത്ത് ഇൻഫിനിറ്റ് ആൾക്കാരുണ്ട്. നിങ്ങൾ 10 എടുത്താലും 100 എടുത്താലും പിന്നെ അതിൻ്റെ അകത്ത് ആൾക്കാരുണ്ട്, ബാക്കി ആൾക്കാരുണ്ടാവും. അതിൻ്റെ അകത്ത് നിന്ന് അതിൻ്റെ അടുത്ത ആളെടുക്കണം. അങ്ങനെയൊക്കെ ഒരു സീക്വൻസ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് എലമെൻറ്റ്സോട് കിട്ടൂലേ. യെസ്, ഇതൊക്കെ ഡിസ്റ്റിങ്ക്റ്റ് ആണ്. ഈ പറഞ്ഞ ആർഗ്യുമെൻ്റ് ഒന്നും ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്താൽ മതി. അപ്പോൾ എന്ത് കിട്ടി, ഈ സീക്വൻസിൻ്റെ അകത്ത് നിന്ന് പുറത്തെടുത്തതല്ലേ. അപ്പോൾ ഇതിൻ്റെ സബ്സെറ്റ് അല്ലേ. അപ്പോൾ ഒരു ഇൻഫിനിറ്റ് സെറ്റ്, അതിനൊരു കൗണ്ടബിൾ ഇൻഫിനിറ്റ് സെറ്റ് സബ്സെറ്റ് ഞാൻ തന്നു. ഓക്കെ, ഇനി ഇത് ഉപയോഗിച്ചുള്ള റിസൾട്ട് ഞാൻ പ്രൂവ് ചെയ്ത് തരാം. ഇതാണ് ഞാൻ പറഞ്ഞ ഇമ്പോർട്ടൻറ്റ് റിസൾട്ട്. അതായത് ഇപ്പോൾ നിങ്ങൾ പ്രൂവ് ചെയ്ത റിസൾട്ട് ഉപയോഗിച്ചിട്ട് പ്രൂവ് ചെയ്യാൻ പോകുന്നൊരു ഇമ്പോർട്ടൻറ്റ് റിസൾട്ട്. ഇതൊരു ഇൻഫിനിറ്റ് സെറ്റിൻ്റെ പ്രത്യേകതയാണ്. അതായത് നിങ്ങൾക്കൊരു ഫൈനൈറ്റ് സെറ്റ് ചെയ്യാൻ തന്നാൽ അത് അതിൻ്റെ ഏതെങ്കിലും ഒരു പ്രോപ്പർ സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വലൻ്റ് ആവില്ലല്ലോ. ഇപ്പോൾ ഒരു 100 എലമെൻസിൻ്റെ സെറ്റ് ചെയ്യാൻ തന്നു കഴിഞ്ഞാൽ അത് അതിനേക്കാൾ കുറച്ച് എലമെൻസിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വലൻ്റ് ആവുമോ? ഇല്ല. പക്ഷേ ഇൻഫിനിറ്റ് നമ്പേഴ്സ് അത് സാധ്യമാണ്. ഫോർ എക്സാമ്പിൾ നാച്ചുറൽ നമ്പേഴ്സ് എടുക്കുക, അത് അതിൻ്റെ പ്രോപ്പർ സബ്സ്റ്റിറ്റ്യൂട്ടായി ഈവൻ നമ്പേഴ്സിനോട് ഇക്വലൻ്റ് അല്ലേ. മാപ്പ് ചെയ്ത f(n)(2) എന്നുള്ള മാപ്പ് അതിനിടയിലുള്ള ബൈജക്ഷൻ അല്ലേ. യെസ്. അപ്പോൾ ഇത് ഇൻഫിനിറ്റ് സെറ്റിനുള്ള പ്രത്യേകത. ഇത് ഞാൻ പറയാൻ പോകുന്നത് അത് നാച്ചുറൽ നമ്പേഴ്സ് മാത്രമല്ല, ഏത് ഇൻഫിനിറ്റ് സെറ്റ് എടുത്താലും അത് അതിൻ്റെ ഒരു പ്രോപ്പർ സബ്സ്റ്റിറ്റ്യൂട്ട്, അതിനകത്ത് കുറച്ചാൾ ഒഴിവാക്കില്ല, പ്രോപ്പർ സബ്സെറ്റിനോട് ഇക്വലൻ്റ് ആക്കാൻ പറ്റും എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. എവരി ഇൻഫിനിറ്റ് സെറ്റ് ഈസ് ഈക്വലൻ്റ് ടു എ പ്രോപ്പർ സബ്സെറ്റ് ഓഫ് ഇറ്റ്. ഓക്കെ, നമുക്ക് പ്രൂവ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ മുമ്പേ നിങ്ങളുടെ കയ്യിലൊരു കൗണ്ടബിൾ ഇൻഫിനിറ്റ് സെറ്റാണ് തന്നെ വിചാരിക്കുക. എവരി ഇൻഫിനിറ്റ് സെറ്റിൻ്റെ അകത്ത് കൗണ്ടബിൾ ഇൻഫിനിറ്റ് സെറ്റാക്കി തന്നെ വിചാരിക്കുക. അപ്പോൾ അത് ഈസി ആയിട്ട് കിട്ടും. ഇപ്പോൾ കൗണ്ടബിൾ ഇൻഫിനിറ്റ് സെറ്റ് ആണെങ്കിൽ അതിനെ സീക്വൻസ് ആയിട്ട് അറേഞ്ച് ചെയ്യാലോ. S3 S4 ഇങ്ങനെ അറേഞ്ച് ചെയ്യാലോ. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഇതിൻ്റെ ഒരു പ്രോപ്പർ സബ്സെറ്റ് ഇക്വലൻ്റായി കിട്ടാൻ വേണ്ടി ചെയ്താൽ മതി. ഈ x1 അങ്ങ് ഒഴിവാക്കുക, എന്നിട്ട് x2 എടുക്കുക, x3 x4 x5 എക്സെട്ര ഈ സീക്വൻസ് എടുക്കുക. ഇത് തമ്മിൽ ബൈജക്ഷനിലല്ലേ. അല്ലെങ്കിൽ ഇതും കൗണ്ടബിൾ ഇൻഫിനിറ്റ് ആണ്, ഇതും കൗണ്ടബിൾ ഇൻഫിനിറ്റാണ്. കൗണ്ടബിൾ ഇൻഫിനിറ്റ് ആണ് എന്താ അർത്ഥം, അതൊക്കെ നാച്ചുറൽ നമ്പറിനോട് ബൈജക്ഷനിലാണ് അല്ലേ. അപ്പോൾ ഇത് രണ്ട് ഇക്വലൻ്റ് ആണ്.
ക്ലിയർ അല്ലേ? ആലോചിച്ച് നോക്കുക. ഇവിടെ എന്താ ഞാൻ പറയാനില്ല, ഇതിൻ്റെയൊക്കെ എല്ലാ കാര്യവും എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഈ രണ്ട് സീക്വൻസ് ഈക്വലൻ്റ് ആണ്, അല്ലെങ്കിൽ തമ്മിൽ മാപ്പ് ആണെങ്കിൽ ഇങ്ങനെ മാപ്പ് ചെയ്താൽ പോരെ. സോ ഒരു കൗണ്ടബിൾ ഇൻഫിനിറ്റ് സെറ്റ് അങ്ങനത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു പ്രോപ്പർ സബ്സെറ്റ്, ഇത് പ്രോപ്പർ സബ്സെറ്റ് അതിൻ്റെ അകത്ത് എക്സ് കൊണ്ട് പോയി, അതിനൊരു പ്രോപ്പർ സബ്സെറ്റിനോട് ഈക്വലൻ്റ് ആക്കാൻ ഒരു പ്രയാസമില്ല. പക്ഷേ ഇത് കൗണ്ടബിൾ ഇൻഫിനിറ്റ് അല്ലെങ്കിലാണ് ആലോചിക്കാനുള്ളത്. ഞാനതൊന്ന് എഴുതുന്നൊന്നുമില്ല, ഒരു ചിത്രം വരച്ചിട്ടങ്ങ് പറയും, ബാക്കി നിങ്ങൾ പ്രൂഫ് കംപ്ലീറ്റ് ചെയ്തോളൂ. കൗണ്ടബിൾ ഇൻഫിനിറ്റ് അല്ലാതെ ജനറലി ഒരു ഇൻഫിനിറ്റ് സെറ്റിന് നിങ്ങളിത് എങ്ങനെ ചെയ്യുന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഒരു ഹിൻ്റ് അവിടെ തരിക, നിങ്ങൾക്ക് ചിലപ്പോൾ തന്നെ മതിയാവും, പ്രൂവ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. ആർക്കെങ്കിലും എഴുതി പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് പ്രൂവ് ചെയ്തോ. ഇപ്പോൾ ഒരു ജനറലി ഒരു ഇൻഫിനിറ്റ് സെറ്റിംഗ് എടുക്കുക. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു കാര്യമുണ്ട്, ഇപ്പോൾ ഞാൻ പറഞ്ഞ് ഒരു കൗണ്ടബിൾ ഇൻഫിനിറ്റ് സെറ്റ് അതിൻ്റെ ഒരു പ്രോപ്പർ സബ്സിനോട് ഈക്വലൻ്റ് ആക്കാൻ നിങ്ങൾക്ക് പറ്റും. അതിൻ്റെ അകത്ത് ഒരാളെങ്കിൽ തട്ടി ബാക്കി ഈക്വലൻ്റ് ആക്കി ബാക്കി ഉള്ള ആൾക്കാർ എടുത്തിച്ചാൽ മതി. അപ്പോൾ അത് ഈക്വലൻ്റ്, ഇപ്പോൾ തൊട്ടുമ്പോൾ പറഞ്ഞ കാര്യം അത് നിങ്ങളുടെ കയ്യിലുണ്ടാവണം കേട്ടോ, അത് ഞാൻ ഇവിടെ ഉപയോഗിക്കും. യെസ്, ഇപ്പോൾ ഇതൊരു ഇൻഫിനിറ്റ് സെറ്റാണ്. ഇനി അതിനോട് ഇക്വലൻ്റ് ആയിട്ടുള്ള ബൈജക്ഷനുള്ള വേറൊരു സബ്സെറ്റ് ഇതിൻ്റെ ഞാൻ കൊണ്ടുതരണം. ഈ ബി എന്തായിരിക്കണം? ഇതിൻ്റെ സബ്സെറ്റ് ആയിരിക്കണം. ഇത് ഞങ്ങൾക്ക് തന്നാൽ പ്രൂഫ് കംപ്ലീറ്റ് ആയല്ലോ. ഇപ്പോൾ ഈ ബി ഇവിടെ ഉണ്ടാക്കണം, എക്ക് ഇവിടെ ഉണ്ട്. ഇതിപ്പോൾ ഒരു ഇൻഫിനിറ്റ് സെറ്റ് അല്ലേ, എ ഇൻഫിനിറ്റാ. ഇവിടെ ഞാൻ തൊട്ട് മുമ്പ് പ്രൂവ് ചെയ്ത റിസൾട്ട് ഉപയോഗിക്കുന്നത്. ഏതൊരു ഇൻഫിനിറ്റ് സെറ്റിനും എന്തുണ്ട്? ഒരു കൗണ്ടബിളി ഇൻഫിനിറ്റ് സബ്സെറ്റ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള ആ കൗണ്ടബിളി ഇൻഫിനിറ്റ് സബ്സെറ്റിനെ ഞാൻ എന്താ അവിടെ എക്സ് എന്ന് വിളിക്കട്ടെ. ദിസ് ഈസ് കൗണ്ടബിളി ഇൻഫിനിറ്റ്. ഇതിനാണ് ഞാൻ തൊട്ടുമ്പത്തെ റിസൾട്ട് ഉപയോഗിച്ചത്. ഏതൊരു ഇൻഫിനിറ്റ് സെറ്റ് എടുത്താലും അതിൻ്റെ അകത്തൊരു കൗണ്ടബിളി ഇൻഫിനിറ്റ് സബ്സെറ്റ് ഉണ്ടാവും. അപ്പോൾ എക്സ് അതിനൊരു കൗണ്ടബിളി സബ്സെറ്റാണ്. ഇനി ബാക്കിയുള്ളതൊക്കെ അപ്പോൾ ഇനി ഞാൻ ഇവിടെ ഇതിൻ്റെ ഒരു പ്രോപ്പർ സബ്സെറ്റാണ് തരണ്ടേ. ഈ പ്രോപ്പർ സബ്സെറ്റ് ആയിട്ട് ഈ എക്സ് ഒരു കൗണ്ടബിളി ഇൻഫിനിറ്റ് സെറ്റാണല്ലോ. ഇപ്പോൾ നമ്മൾ കണ്ടു ഏതൊരു കൗണ്ടബിളി ഇൻഫിനിറ്റ് സെറ്റും അതിൻ്റെ ഒരു പ്രോപ്പർ സബ്സെറ്റിനോട് ഇക്വലൻ്റ് ആക്കാൻ പറ്റുന്നു. അതിനോട് ഇക്വലൻ്റ് ആയ ഒരു പ്രോപ്പർ ഫസ്റ്റത്തെ എലമെൻറ്റ് എക്സ്1 കട്ട് ചെയ്തിട്ട് ബാക്കി എസ്2 എസ്3 എടുത്താൽ മതി. അപ്പോൾ ഈ ഒരു കൗണ്ടബിൾ ഇൻഫിനിറ്റ് സെറ്റിന് ഒരു ഇതിനോട് ഇക്വലൻ്റ് ആയ ഇതിനോട് ബൈജക്ഷനിൽ ഒരു പ്രോപ്പർ സബ്സെറ്റ് ഉണ്ടാവുമല്ലോ. ആ സബ്സെറ്റിന് അതായത് വൈ സബ്സെറ്റ് എക്സ്, ഇതിൻ്റെ പ്രത്യേകം എന്താ? വൈയും എക്സും എന്താണ്? ഇക്വലൻ്റ് ആണ്. അങ്ങനത്തെ ഒരു സാധനം കിട്ടും. തൊട്ടുമ്പോൾ നമ്മളിവിടെ എഴുതി അല്ലേ, ആ റിസൾട്ട് ഉപയോഗിക്കുകയാണ്. അപ്പോൾ ഇതിനോട് ഇക്വലൻ്റ് ആയിട്ടുള്ള ആ പ്രോപ്പർ സബ്സെറ്റാണ് ഞാൻ ഇവിടെ വെച്ചത്. ദിസ് ഈസ് വൈ അല്ലേ. അപ്പോൾ ഇത് തമ്മിൽ ഇപ്പോൾ എന്തുണ്ട്? ബൈജക്ഷൻ ഉണ്ട്. ഇക്വലൻ്റ് ആണ് എക്സും വൈയും, പക്ഷേ ഇതിൻ്റെ ഒരു പ്രോപ്പർ സബ്സെറ്റാണ്. ഓക്കെ, അപ്പോൾ ഈ എക്സ് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാവരും അതായത് ഈ എൻ്റെ അകത്തുനിന്ന് എക്സ് ആട് കഴിഞ്ഞ് ബാക്കിയുള്ളവരൊക്കെ ഇവിടെ ഉണ്ടല്ലോ, ഓരൊക്കെ ഞാൻ ഇവിടെയും കൊണ്ടുപോയി വെക്കുക. ഈ എക്സ് കഴിഞ്ഞ് ബാക്കിയുള്ളവരൊക്കെ ഞാൻ ഇവിടേക്കും വെച്ചു. ഇവിടെയുണ്ട്, ഇവിടെയുള്ള എക്സ് കഴിഞ്ഞ് ബാക്കിയുള്ളവർ ആരൊക്കെ ഇവിടെ ഉണ്ടോ അത് ഞാൻ ഇവിടെയും വെച്ചു. എക്സിൻ്റെ സ്ഥാനത്തേക്ക് ഞാൻ പക്ഷേ വൈ ആ വെച്ച് അതിൻ്റെ അകത്ത് നിന്ന് നേരത്തെ പറഞ്ഞ ഒരാളെ കട്ട് ചെയ്ത് ബാക്കിയുള്ള ആളെ ഞാൻ വെച്ച്. റെഡി? ഇനി അപ്പോൾ ഈ ബി എൻ്റെ ഒരു പ്രോപ്പർ സബ്സെറ്റ് അല്ലേ. കാരണം എന്താ, എവിടെ റിഡക്ഷൻ സംഭവിച്ച്? ഇതിൻ്റെ അകത്ത് റിഡക്ഷൻ സംഭവിച്ചത് ഇവിടെ എക്സിൻ്റെ അകത്ത് നിന്ന് ഇത് ഒരാളെ കട്ട് ചെയ്തിട്ടാണ് ഇവിടുത്തെ വൈ ഞാൻ ഉണ്ടാക്കിയത്. ബാക്കിയൊക്കെ സെയിമാണ്, പക്ഷേ ഇവിടെ ഞാൻ ഒരാളെ കുറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായി? ഈ ബി എൻ്റെ ഒരു പ്രോപ്പർ സബ്സെറ്റാണ്, അതിന് സംശയമൊന്നുമില്ല. ഇനി ഈ എയും ബിയും തമ്മിൽ ഒരു ബൈജക്ഷൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പ്രൂഫ് കംപ്ലീറ്റ് ആയല്ലോ. ഞാൻ എങ്ങനെ കൊണ്ടുവരും? ഈ എക്സ് ഇതിൻ്റെ പുറത്തുള്ള ആൾക്കാരൊക്കെ സെയിം അല്ലേ, എക്സിന് മാത്രമല്ലേ ഞാൻ ഒന്ന് പ്രോസസ്സ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുള്ളൂ, ബാക്കിയുള്ള ഇവിടെ ഉള്ളവരൊക്കെ ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ അവർ തമ്മിലുള്ള ഐഡൻറ്റിറ്റി മാപ്പ് എടുത്തു. ഇവർ തമ്മിലുള്ള ഐഡൻറ്റിറ്റി ഇത് ബൈജക്ഷൻ അല്ലേ, അവിടെ ഇതിൻ്റെ പുറത്തുള്ളവർ തമ്മിൽ ഓരോന്ന് അതാത് എലമെൻറ്റ്സ് ഇവിടെ ഉണ്ടാവും, അങ്ങോട്ടേക്ക് മാപ്പ് ചെയ്തു. ഇനി ഇതിൻ്റെ അകത്തുള്ളവരോ, ഇത് ഓൾറെഡി ഈ എക്സും വൈയും ഇക്വലൻ്റ് ആണ്, കൗണ്ടബിൾ സെറ്റ് ആയതുകൊണ്ട് ഇക്വലൻ്റ് ആയ സബ്സെറ്റാണ് എടുത്തത്. അപ്പോൾ ഇവിടെയും തമ്മിലുണ്ട്, ഇവർ തമ്മിലും ബൈജക്ഷൻ ഉണ്ട്. അപ്പോൾ സെറ്റ് മൊത്തത്തിൽ ബൈജക്ഷൻ ആയില്ലേ. ഇവിടെ ഉള്ളവരൊക്കെ അങ്ങോട്ട് ബൈജക്ഷൻ 1 1 1 2 ഉണ്ട്. ഇനി ഇതിൻ്റെ അകത്തുള്ളവരും ഇവർ തമ്മിൽ ആണ് പിന്നെ ബാക്കിയുള്ളത്, ഓലും തമ്മിൽ ബൈജക്ഷൻ ഉണ്ട്. അപ്പോൾ എയും ബിയും തമ്മിൽ പിന്നെ ബൈജക്ഷനായി. പക്ഷേ ബി എന്താണ്? ഇതിനൊരു പ്രോപ്പർ സബ്സെറ്റാണ്, കാരണം ഇവിടെ ഞാൻ ഒരാളെ കുറച്ചിട്ടാണ്, എക്സിനേക്കാൾ ഒരാളെ കുറച്ചിട്ടാണ് ഇട്ടത്. അപ്പോൾ ഇതൊന്ന് നിങ്ങൾ വൃത്തിക്ക് എഴുതി വെക്കുക, ഇതൊരു ഹിൻ്റാക്കി വെക്കുക. ഇങ്ങനെയൊക്കെ മതി ചിന്തിക്കാൻ, എക്സാം ഓറിയൻ്റായിട്ട് ഇതൊക്കെ മതി. ഇനി ആർക്കെങ്കിലും ഇത് പ്രൂവ് മനസ്സിലാകുന്നുണ്ടെങ്കിൽ എഴുതിയൊക്കെ നോക്കുക. ഡൗട്ടുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള വാട്സപ്പ് ഫെസിലിറ്റി നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. എന്നിട്ട് എന്നോട് ചോദിച്ചാൽ മതി. യെസ്, ഞാൻ ഇവിടെ കംപ്ലീറ്റ് ചെയ്യാണ്. എനിക്ക് തോന്നുന്ന ചിലർക്ക് അതൊരു കൺഫ്യൂസിങ് ആയിരിക്കും, പക്ഷേ ഇതിങ്ങനെ പഠിക്കണം കേട്ടോ. കുറേ തിയറംസ് ഇങ്ങനെ പഠിച്ചിട്ട് കാര്യമില്ല, അതിങ്ങനെ ആലോചിച്ചിട്ട് അപ്ലൈ ചെയ്യാൻ പഠിക്കണം. അല്ലെങ്കിൽ അത് ബുക്കിൽ ഇങ്ങനെ കിടക്കുകയുള്ളൂ, നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് പുറത്തേക്ക് വരില്ല.
നിങ്ങളുടെ ചിത്രമൊക്കെ വരച്ച് ഈ ചിത്രം വരയ്ക്കണമെന്നില്ല, മനസ്സിൽ ഇങ്ങനെ ഈ ചിത്രം വരണം, അത് അതിനോട് ശീലിക്കണം. ആദ്യം വന്നോളണമെന്നൊന്നുമില്ല, അങ്ങനെ ശീലിക്കണം. ഞാനൊരു അങ്ങനെ അധിക കഥകളൊന്നും പറയാറില്ല, എന്നാലും ഞാനൊരു കാര്യം പറയാം. ഞാൻ ഈ ചാനലിട്ട പേരില്ലേ ഗാമോമാത്സ്, അതിൻ്റെ അകത്ത് പിന്നെ ഉള്ള ആ ഗാമോ എന്ന് പറഞ്ഞ ഒരു ഫേമസ് ഫിസിസ്റ്റാണ്. അത് അങ്ങനെ എഴുതിയ പുസ്തകമാണ് 1, 2, 3 ഇൻഫിനിറ്റി എന്ന് പറഞ്ഞിട്ടില്ല, ജോർജ് ഗാമോ. ഞാൻ ഇത് ഈ അനാലിസിസിൻ്റെ ഏതൊരു വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം ആ പുസ്തകത്തിൽ റിലേറ്റിവിറ്റി തിയറി അങ്ങനത്തെ പല കാര്യം ഡിസ്കസ് ചെയ്താണ് എഴുതിയ പുസ്തകമാണത്. ആ പുസ്തകത്തിൽ റിലേറ്റിവിറ്റി തിയറി ഒക്കെ ഡിസ്കസ് ചെയ്തതിന് മുമ്പേ എന്തൊക്കെയോ കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്നുണ്ട്, ലോകത്ത് റിയലി ഇല്ലാത്ത. എന്നിട്ട് അതൊക്കെ ചെയ്തിട്ട് പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അയാൾ അവസാനം പറഞ്ഞൊരു ഡയലോഗുണ്ട്. ഇതൊക്കെ ഞാൻ ചെയ്യിപ്പിക്കുന്നത് നിങ്ങൾ എന്തിനാണെന്നറിയോ, തൊട്ടപ്പുറത്തുള്ള റിലേറ്റിവിറ്റി തിയറി ചിന്തിക്കാൻ നിങ്ങളെ തലച്ചോറിനെ ഞാൻ പ്രാപ്തരാക്കുകയാണ്. അത് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. നമുക്ക് ചിന്തിക്കാനുള്ള കഴിവ് കൂടാനെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളങ്ങ് ചിന്തിച്ച് ശീലിക്കണം. വലിയ വലിയ കാര്യങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് പറ്റാവുന്ന കാര്യങ്ങളൊക്കെ തലയിൽ ചിന്തിക്കണം, അല്ലാണ്ട് പേപ്പറിൽ എഴുതി വെച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യാം, പരമാവധി തല കൊണ്ട് തന്നെ ചിന്തിക്കുക, പേപ്പറും പേനയൊന്നും ഇല്ലാതെ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇങ്ങനെ അപ്ലൈ ചെയ്യാൻ കിട്ടും. അങ്ങനെയാണ് മാത്തമാറ്റിക്കൽ അബിലിറ്റി അല്ലെങ്കിൽ സയൻറ്റിഫിക് തിങ്കിങ് അബിലിറ്റി കൂട്ടി വരിക. ഞാനൊന്ന് തള്ളിപ്പോയി തോന്നുന്നുണ്ട്. എനിവേ ഇത് ഞാൻ പ്രൂവ് ചെയ്തു. അടുത്തൊരു റിസൾട്ട് ഞാൻ വിത്തൗട്ട് പ്രൂഫ് പറഞ്ഞു വേണം. പ്രൂഫ് വേണമെങ്കിൽ ആരെങ്കിലും സ്വന്തമായിട്ട് വായിച്ചോ, ചെറിയ പ്രൂഫാണ്, ട്രിക്കി ഇൻട്രസ്റ്റിംഗ് പ്രൂഫാണ്, ഡൗട്ടുള്ളവർ ചോദിച്ചാൽ മതി. ഇപ്പോൾ സംഭവം കാര്യം ഇതാണ്, നിങ്ങളിപ്പോൾ ഒരു ഫൈനൈറ്റ് സെറ്റിൻ്റെ കേസിൽ അതിൻ്റെ പവർ സെറ്റിൻ്റെ കാർഡിനാലിറ്റി അങ്ങനെ ഉദാഹരണം അതിൻ്റെ 3 എലമെൻസുള്ള സെറ്റാകുക ചെയ്യുന്നതായിരിക്കുക. അപ്പോൾ അതിൻ്റെ പവർ സെറ്റിൽ 2 ക്യൂബ് 8 എലമെൻസ് ഉണ്ടാവില്ലേ, അതിൻ്റെ പവർ സെറ്റിൻ്റെ കാർഡിനാലിറ്റി കൂടൂലേ. ഇതെല്ലാ കേസിലും ട്രൂ ആണ്. ഫൈനൈറ്റ് മാത്രമല്ല ഇൻഫിനിറ്റിലൊക്കെ തന്നെയാണ് പവർ സെറ്റിൻ്റെ കാർഡിനാലിറ്റി കൂടും എന്നുള്ളതാണ് റിസൾട്ട്. ഇറ്റ് ഈസ് കോൾഡ് കാൻറ്റേഴ്സ് തിയറം. അപ്പോൾ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞുതരാം. അപ്പോൾ സംഭവം മനസ്സിലായാലോ, പവർ സെറ്റിൻ്റെ കാർഡിനാലിറ്റി കൂടും. സ്റ്റേറ്റ്മെൻറ്റ് വായിക്കാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഈ 2 സെറ്റ് എ ബി ഉണ്ട്. എന്നിട്ട് എ എന്ന് ബിയിലേക്ക് ഒരു 1-1 മാപ്പ് ഉണ്ടെങ്കിൽ എന്താ മനസ്സിലാക്കുക, ഇവിടെ ഉള്ള അത്ര എലമെൻറ്റ്സ് ഇവിടെ, പിന്നെ ഇവിടെ ചാൻസ് എന്താ ഉള്ളൂ, ഇതിൻ്റെ കാർഡിനാലിറ്റി കൂടാനല്ല ചാൻസ് ഉള്ളൂ. ഇവിടെ അങ്ങോട്ടേക്ക് 1-1 മാപ്പ് ഉണ്ട്. 1-2 എന്ന് പറഞ്ഞിട്ടില്ല, ഒരു ചുമ്മാ 1-1 മാപ്പ് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് കിട്ടിയില്ലെങ്കിൽ ഇവിടെ പിന്നെ കാർഡിനാലിറ്റി ഒന്നുകിൽ ഇതിനോട് തുല്യമായിരിക്കും, കാരണം 1-2 കൂടി ആണെങ്കിൽ തുല്യമാവും, അല്ലെങ്കിൽ ഇവിടെ കാർഡിനാലിറ്റി കൂടും. അപ്പോൾ അങ്ങനത്തെ കേസ് നമ്മൾ അതായത് എ ആൻഡ് ബിയിലേക്ക് ഒരു 1-1 മാപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ പറയും കാർഡിനാലിറ്റി ഓഫ് എ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ അല്ലെങ്കിൽ സ്മോളർ ദാൻ ഓർ ഈക്വൽ ടു ദ കാർഡിനാലിറ്റി ഓഫ് ബി എന്ന് പറയും. അപ്പോൾ അത് 1-2 കൂടി ആണെങ്കിൽ നമ്മൾ എന്ത് പറയുക, കാർഡിനാലിറ്റി ഓഫ് എ ഈസ് ഈക്വൽ ടു കാർഡിനാലിറ്റി ഓഫ് ബി എന്ന് പറയാം. ഇനി പിന്നെ ഇവിടെ ഇനി സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ പറയാം, കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തില്ല. കാർഡിനാലിറ്റി ഓഫ് എനി സെറ്റ് എ ഈസ് സ്ട്രിക്ട്ലി സ്മോളർ ദാൻ 2 ഇവിടെ എന്താണ് പറഞ്ഞത്, ഒരു സെറ്റ് അതിൻ്റെ 2 തന്നെ എന്താ പവർ സെറ്റ് ഓഫ് എ. ഒരു സെറ്റിൻ്റെ കാർഡിനാലിറ്റിയും അതിൻ്റെ പവർ സെറ്റിൻ്റെ കാർഡിനാലിറ്റി നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ പവർ സെറ്റിൻ്റെ കാർഡിനാലിറ്റി കൂടി തന്നെ ഇരിക്കുന്ന അപ്പോൾ പറഞ്ഞത്. അതായത് ഇവിടെ നിങ്ങോട്ട് ഏത് 2 വേണമെങ്കിലല്ല കാൻറ്റേഴ്സ് തിയറി തന്നെ പ്രൂഫ് വായിച്ചാൽ അതിൻ്റെ അകത്ത് ഉണ്ടാവും. നിങ്ങൾ വായിക്കുന്ന പ്രൂഫിലൊക്കെ അത് ഉണ്ടാവേണ്ടിയാണ്. കാൻറ്റർ അതിൽ പ്രൂവ് ചെയ്ത് ഇത്രയേ ഉള്ളൂ, ഏത് 2 ഒരിക്കലും 1-2 മാപ്പ് കിട്ടില്ല എന്നുള്ളത്. അതാണ് അതിൻ്റെ മെയിൻ ഭാഗം. എന്നാലും നിങ്ങൾക്ക് അതിൻ്റെ പ്രൂഫിൻ്റെ ഭാഗമായിട്ട് പറയും ഏത് 2 നിങ്ങൾക്ക് ഒരു 1-1 മാപ്പ് ഈസി ആയിട്ട് കിട്ടും. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വന്തമായിട്ട് ട്രൈ ചെയ്യാവുന്നതാണ്. ഏത് 2 1-1 മാപ്പ് സ്വന്തമായിട്ട് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. 1-1 മാപ്പ് കിട്ടും. അപ്പോൾ എന്താ എനേക്കാളും കാർഡിനാലിറ്റി പിന്നെ 2 കൂടാനോ അല്ലെങ്കിൽ തുല്യമാവാനോ സാധ്യതയുള്ളൂ. പക്ഷേ കാൻറ്റർ എന്ത് പ്രൂവ് ചെയ്തു, ഏത് 2 നിങ്ങൾക്ക് ഒരു 1-2 മാപ്പ് കിട്ടൂല എന്ന് പ്രൂവ് ചെയ്തു. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് കാർഡിനാലിറ്റി ഓഫ് എ ഈസ് സ്ട്രിക്ട്ലി സ്മോളർ ദാൻ ദാറ്റ് ഓഫ് 2 ഇത് വായിച്ചാൽ ചിലപ്പോൾ ഞാൻ ഈ പറഞ്ഞതിനെക്കാളും നിങ്ങൾക്ക് മനസ്സിലാൽ മതി. ഞാൻ പറഞ്ഞ് കൺഫ്യൂഷനാക്കി പോയിരുന്നു, എനിക്കറിയില്ല. ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. n കൗണ്ടബിൾ അല്ലേ, എന്നാൽ എന്നിൻ്റെ സെറ്റ് ഓഫ് ഓൾ സബ്സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് 2 അത് കൗണ്ടബിൾ ആവുമോ? ഇല്ല. കാൻറ്റേഴ്സ് തിയറം ഇതിൻ്റെ കാർഡിനാലിറ്റി കൂടും അല്ലേ. പക്ഷേ ഈ റിസൾട്ട് ഇത് ഉപയോഗിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാം. പക്ഷേ ഈ റിസൾട്ട് നിങ്ങളെല്ലാം ഒന്ന് പ്രൂവ് ചെയ്യണം, ഒരു എക്സസൈസ് ആയിട്ട് തരിക. നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോൻ്റെ അകത്ത് സെറ്റ് ഓഫ് ഓൾ ബൈനറി സീക്വൻസസ് അൺകൗണ്ടബിൾ ആണെന്ന റിസൾട്ട് തന്നില്ലേ, അത് ഉപയോഗിച്ചിട്ട് 2 അൺകൗണ്ടബിൾ ആണെന്ന് പ്രൂവ് ചെയ്യണം. എങ്ങനെ അറിയോ, ഹിന്ദി അന്തരം 2 അത് ഇതിൻ്റെ ഓരോ സബ്സെറ്റ് 2 എന്നിൻ്റെ സബ്സെറ്റുകളല്ലേ, എന്നിൻ്റെ സബ്സെറ്റ് ഓരോ സബ്സെറ്റുകൾക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ബൈനറി സീക്വൻസുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അതായത് ഈ സെറ്റിൻ്റെ അകത്തുനിന്ന് സെറ്റ് ഓഫ് ഓൾ സബ്സെറ്റ് ഓഫ് എന്നിൻ്റെ അകത്തുനിന്ന് സെറ്റ് ഓഫ് ഓൾ ബൈനറി സീക്വൻസസിലേക്ക് നിങ്ങളൊരു ബൈജക്ഷൻ കൊണ്ടുവരണം. അത് കൊണ്ടുവന്നാൽ വേറെ മെച്ചോടി ഉണ്ട്. നിങ്ങൾ അതിൽ തന്നെ എക്സസൈസ് ചെയ്തിട്ടുണ്ട്. ഈ പിന്നെ സെറ്റ് ഓഫ് ഓൾ ബൈനറി സീക്വൻസസും 6ഉം തമ്മിൽ ബൈജക്ഷനിലാണെന്ന്. അതുകൊണ്ടാണ് 6 അൺകൗണ്ടബിൾ ആണെന്ന് വെച്ച് പ്രൂവ് ചെയ്യാൻ പറ്റുന്നത് ഞാൻ പറഞ്ഞത്. അപ്പോൾ 2 സെറ്റ് ഓഫ് ഓൾ ബൈനറി സീക്വൻസസും ബൈജക്ഷനിലാണ്. നിങ്ങൾ ഈ എക്സസൈസ് വെച്ചിട്ട് പ്രൂവ് ചെയ്യണം.
അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ എക്സസൈസിൽ എന്താ പറഞ്ഞത്, സെറ്റ് ഓഫ് ഓൾ ബൈനറി സീക്വൻസസും 6 തമ്മിൽ ബൈജക്ഷനിലാണ്. അപ്പോൾ പിന്നെ ഈ 2n-ഉം 6 തമ്മിൽ ബൈജക്ഷനിലല്ലേ. അപ്പോൾ 2n-ൻ്റെ കാർഡിനാലിറ്റിയും 6ൻ്റെ കാർഡിനാലിറ്റിയും സെയിം ആണെന്നുള്ളതൊക്കെ ആ വഴി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഞാൻ ഈ പരിപാടി ഈ കാർഡിനാലിറ്റിൻ്റെ തിയറി റിസൾട്ടുകൾ ഈ വീഡിയോയുടെ കൂടെ നിർത്തുകയാണ്. പിന്നെ എക്സസൈസുകളൊക്കെ ഞാൻ എന്ത് ചെയ്യാം, വാട്സപ്പ് ഗ്രൂപ്പിലിടാം. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഒരു ചെറിയ റിസൾട്ട് ഇവിടെ പറയാനുണ്ട്, അത് വേണേൽ ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒരു റിസൾട്ട് സ്റ്റേറ്റ്മെൻറ്റ് എടുത്തൊരു ഗ്രൂപ്പിൽ ഇട്ടുതരാം. അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല.